ഏറെ പുണ്യം നിറഞ്ഞ ഏറെ പവിത്രമായ ഒരു സന്ധ്യയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുകയാണ്. പ്രേക്ഷകരെയും ആ അനുഭൂതിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി ശരംകുത്തിയിലേക്ക് പോകണം. നേരത്തെ പറഞ്ഞ പോലെ ശരംകുത്തിയാണ് ശബരിമലയിൽ ഇനി നടക്കാൻ പോകുന്ന ചടങ്ങുകൾ ഏറ്റവും സുപ്രധാനമായ ചടങ്ങുകൾ നടക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ശബരിമലയുടെ സന്ദേശം തത്വമസി എന്ന സന്ദേശത്തിൽ ഏറെ പ്രാധാന്യം വഹിക്കുന്ന ഒരു ഇടമാണ് ശരംകുത്തി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വ്രതം നോറ്റ് 41 ദിവസം വ്രതം നോറ്റ്, ഒരു മണ്ഡലകാലം വ്രതം നോറ്റ് ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തൻ അവൻ്റെ ഉള്ളിലെ ആസുര സ്വഭാവങ്ങളെ ശരരൂപത്തിൽ അവിടെ ഉപേക്ഷിക്കുകയാണ്. തൻ്റെ മൃഗവാസനയെ ആസുരിക രൂപത്തെ എല്ലാം, ആസുരിക സ്വഭാവത്തെ എല്ലാം അവിടെ ഉപേക്ഷിച്ച്, ശരരൂപത്തിൽ ഉപേക്ഷിച്ച് പിന്നീട് ദേവന് തുല്യമായി ദൈവത്തിലേക്ക്, ആ ദേവന് തുല്യമായ ആ ഒരു പദവിയിലേക്ക് പടി കയറി ഉയർന്നു വരുന്നു എന്നതിൻ്റെ സന്ദേശമാണ് ശരംകുത്തിയിൽ നിന്ന് ഇങ്ങനെ സന്നിധാനം വരെയുള്ള യാത്ര നൽകുന്നത്. അതുകൊണ്ട് ശരംകുത്തിക്കായി തീർത്ഥാടന കാലത്ത് ഏറെ പ്രാധാന്യമുണ്ട്. ശരംകുത്തിയിൽ മനോജ് ഉണ്ട്. മനോജ് ദീപാരാധനയ്ക്ക് ഒരുങ്ങുകയാണ് സന്നിധാനം. അതിനു മുമ്പ് ശരംകുത്തിയിലെ വിശേഷങ്ങൾ അറിയണം. കാരണം തീർത്ഥാടകർക്ക് ഇനി അവിടേക്ക് ഇന്ന് രാത്രി ഹരിവരാസനം കഴിയുന്നവരെ മാത്രമേ അവിടേക്കൊക്കെ പ്രവേശനമുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരംകുത്തി തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ടോ മനോജ്? അങ്ങനെ പുണ്യം നിറഞ്ഞ ധന്യമായ ഒരു സന്ധ്യ കടന്നു പോയിരിക്കുന്നു. ഇനി 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. സന്നിധാനം വീണ്ടും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായി അങ്ങ് പൊന്നമ്പലമേട്ടിൽ. കൃത്യമായി പറഞ്ഞാൽ നാളെ ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് പിന്നിൽ കാണുന്ന PCR-ന് സാധിക്കുമെങ്കിൽ ആ പൊന്നമ്പലമേടൊന്ന് കാണിക്കാം. ഈ സമയത്ത് നമുക്ക് ക്യാമറ ആ ഭാഗത്തേക്കും സജ്ജമാക്കിയിട്ടുണ്ട്. നാളെ ഈ സമയമാകുമ്പോൾ അങ്ങ് പൊന്നമ്പലമേട്ടിൽ ആ പുണ്യപ്രഭയാർന്ന ദിവ്യജ്യോതി ഒന്ന് തെളിയും. ആ തങ്ക ജ്യോതി ഒന്ന് കാണുവാനൊപ്പം ശ്രീലകത്ത് തങ്കപ്രഭയിൽ വില്ലാളി വീരനായിരിക്കുന്ന പൊന്നുമണികണ്ഠനെ ഒന്ന് കാണാനായുള്ള കാത്തിരിപ്പിലേക്ക് ഭക്തജനലക്ഷങ്ങൾ, പുരുഷാരം അങ്ങനെ ആർത്തിരമ്പി ശരണമന്ത്രങ്ങളും മുഖരിതമായി അങ്ങനെ എത്തും. നാളെ ഏതാണ്ട് രാവിലെ 10 മണി കഴിഞ്ഞാൽ പിന്നെ സന്നിധാനത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ തിരുമുറ്റത്തേക്ക് ഉൾപ്പെടെ ഭക്തർക്ക് പ്രവേശനമില്ല. പിന്നീട് തിരുവാഭരണ പേടകങ്ങൾ സന്നിധാനത്തേക്ക് എത്തി. നാളെ ഈ ഒരു സമയം ഏതാണ്ട് പൂർത്തിയാകണം. ശ്രീലകത്ത് പന്തളത്ത് രാജാവ് മകന് നൽകിയ ആ സമ്മാനങ്ങളൊക്കെ ചാർത്തി സർവാഭരണ വിഭൂഷിതനായ മണികണ്ഠകുമാരൻ്റെ ദീപാരാധന ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം അങ്ങ് പൊന്നമ്പലമേട്ടിൽ എനിക്ക് പിന്നിൽ അങ്ങ് കിഴക്കൻ ചക്രവാളത്തിലെ ആ തങ്കപ്രഭ അങ്ങനെ ഉയർന്നതിന് ശേഷം മാത്രമേ സന്നിധാനത്തേക്ക് തീർത്ഥാടകർക്ക് പ്രവേശനമുള്ളൂ. നേരത്തെ നമ്മൾ ദീപാരാധനയ്ക്ക് മുൻപ് പറഞ്ഞ പോലെ നമുക്ക് ഇനി പോകേണ്ടത് ശരംകുത്തിയിലേക്കാണ്. ശരംകുത്തിയാണ് ഇനിയിപ്പോൾ നടക്കുന്ന പ്രധാന ചടങ്ങുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ തിരുവാഭരണ പേടകത്തിന് ആദ്യ സ്വീകരണം നൽകുന്ന, ദേവസ്വം ബോർഡിൻ്റെ അഭിമുഖത്തിൽ ആദ്യ സ്വീകരണം നൽകുന്നത്, സ്വീകരണങ്ങളോടുകൂടി സന്നിധാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതൊക്കെ ശരംകുത്തിയിൽ നിന്നാണ്. മാത്രമല്ല നാളെ മുതൽ അയ്യപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ ആരംഭിച്ച് ആ ഉത്സവം പരിസമാപ്തിയിലേക്ക് എത്തുന്നത് ശരംകുത്തിയിലെ നായാട്ടുവിളിയിലൂടെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ശബരിമല തീർത്ഥാടനത്തിന് വലിയൊരു സന്ദേശം നൽകുന്നത് അതിൽ ശരംകുത്തിക്ക് വലിയൊരു പങ്കുണ്ട്. മനുഷ്യൻ്റെ ആസുരിക സ്വഭാവത്തെ, അവരുടെ എല്ലാ അസുര ഗുണങ്ങളെയും ഒക്കെ അങ്ങനെ ശരരൂപത്തിൽ ശരംകുത്തിയിൽ ഉപേക്ഷിച്ചാണ് 18 പടികൾ, പല വലിയ തത്വങ്ങളടങ്ങുന്ന 18 പടികൾ കയറി തത്വമസിയിലേക്ക് എത്തുന്നു. അങ്ങനെ ഒരു തീർത്ഥാടന കാലത്തിൻ്റെ എല്ലാ സന്ദേശവും നൽകുന്ന അതിൽ ഏറ്റവും പ്രധാനമായ ഇടമുള്ള ആ ശരംകുത്തിയിലേക്ക് മനോജ് വലിയ പ്രാധാന്യമുണ്ട് ശബരിമലയെ സംബന്ധിച്ച്, ഈ തീർത്ഥാടന കാലത്തെ സംബന്ധിച്ച്, ഒരു തീർത്ഥാടനയെ സംബന്ധിച്ച് ശരംകുത്തിക്ക്. ആ ശരംകുത്തിയിലാണ് ഇപ്പോൾ മനോജ് ഉള്ളത്. നാളെ ഈ തിരുവാഭരണ പേടകത്തിനൊക്കെ സ്വീകരണം നൽകുന്ന പ്രധാന ഇടമാണ്. അല്ലെങ്കിൽ അവിടെ നിന്നാണ് ദേവസ്വം ബോർഡ് ആചാരപരമായി ആ ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കും. അവിടെ എന്താണ് ഒരുക്കങ്ങൾ, മാത്രമല്ല തീർത്ഥാടകർക്ക് അവിടേക്ക് എത്താവുന്ന സമയത്തിന് ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകളുടെ മാത്രം ദൈർഘ്യമുള്ളത്. കഴിഞ്ഞാൽ നാളെ ഈ ഒരു സമയമാവണം തീർത്ഥാടകരെ അവിടേക്കൊക്കെ പ്രവേശിപ്പിച്ചു തുടങ്ങാൻ. മനോജ്, കേൾക്കാമെങ്കിൽ ശരംകുത്തിയിലെ വിശേഷങ്ങൾ പങ്കുവെക്കുമോ? തീർച്ചയായും ഉമേഷ്, ഇപ്പോൾ നമ്മൾ കാണുന്നത്, അതായത് വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ശരംകുത്തി. ശരംകുത്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ഭക്തരും ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ അവരുടെ അസുര സ്വഭാവങ്ങൾ, അത്തരത്തിലുള്ള ഗുണങ്ങളൊക്കെ ഇവിടെ വെടിഞ്ഞ് ആ ശരമായി ഇവിടെ കുത്തിവെച്ച ശേഷം ആ ദേവഗുണങ്ങളുമായാണ് അങ്ങോട്ടേക്ക്, ആ സന്നിധാനത്തേക്ക് എത്തുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം വലിയൊരു തിരക്ക്, ഭക്തജന പ്രവാഹം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ശബരിമലയിലേക്ക്, സന്നിധാനത്തേക്ക് ഓരോ ഭക്തരും ഇരുമുടിക്കെട്ടുമായി പോകുകയാണ്. ആ ഇരുമുടിക്കെട്ടിൽ നെയ്ത്തേങ്ങയും അതോടൊപ്പം തന്നെ അവിടെ സമർപ്പിക്കുവാനുള്ള എല്ലാവിധ സാമഗ്രികളുമായി അവരങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും നമുക്കിപ്പോൾ ശരംകുത്തിയെ സംബന്ധിച്ചിടത്തോളം നാളെ, അതായത് ഇവിടെ നിന്നുമാണ് സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണം കൊണ്ടുവരുന്ന ആ 3 പേടകങ്ങളെയും ആനയിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സ്വീകരണത്തിനായുള്ള മറ്റൊരുക്കങ്ങളൊക്കെ ഇവിടെയുണ്ട്.
അതോടൊപ്പം തന്നെ ഇവിടേക്ക് നാളെ ഭക്തജനങ്ങൾക്ക് വരുവാനുള്ളതിൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ തിരുവാഭരണം കൊണ്ടുവരുന്ന സമയത്ത് ഭക്തജനങ്ങളെ ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ സാധിക്കില്ല. അത് കഴിഞ്ഞ ശേഷം മാത്രമേ ഇങ്ങോട്ടേക്ക് ഭക്തജനങ്ങൾക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴെന്തായാലും വലിയൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഭക്തജനങ്ങൾ അങ്ങനെ കാത്തു നിൽക്കുകയാണ്. കലിയുഗ വരദനെ കാനന വാസനെ കാണുവാൻ വേണ്ടി അങ്ങനെ ആ പൊന്നമ്പലത്തിന് മുന്നിലേക്ക് ആ അയ്യപ്പന്റെ സന്നിധിയിലേക്ക് എത്തുവാൻ വേണ്ടി